പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉള്ള ഉത്തരം, നമ്മുടെ ഏത് ചോദ്യത്തിനുള്ള ഉത്തരം ഓൾറെഡി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. ഈ ബുള്ളറ്റ് ട്രെയിന്, നമ്മുടെ ജപ്പാനിൽ ആദ്യമേ ഉണ്ടായിരുന്ന ട്രെയിനൊക്കെ ഈ തുരങ്കത്തിലൂടെ പോകുമ്പോൾ വലിയ ശബ്ദത്തോടു കൂടി ആണ് ആ തുരങ്കത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ സാധാരണ ട്രെയിനിൻ്റെ എൻജിൻ്റെ ഡിസൈനായിരുന്നു അതിന്. അപ്പോൾ ഒരിക്കൽ ഈ ഡിസൈനറിൽ ഒരാൾ ബേഡ് വാച്ചറായിരുന്നു, പക്ഷി നിരീക്ഷകനും കൂടിയായിരുന്നു. ഒരിക്കൽ അയാളൊരു നിരീക്ഷിച്ചപ്പോൾ ഒരു പക്ഷിയുടെ, കിളിയുടെ ആ ചുണ്ട് വശമുണ്ടല്ലോ, ഇങ്ങനെ എയറോഡൈനാമിക് ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. അതിങ്ങനെ വെള്ളത്തിലിങ്ങനെ മുങ്ങുന്നതും പൊങ്ങുന്നതൊക്കെ കണ്ട് പുള്ളിക്ക് ആ ഐഡിയ കിട്ടി. കാര്യം ആ ട്രെയിനിൻ്റെ എൻജിൻ്റെ ഡിസൈൻ അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ ഈ ട്രെയിൻ തുരങ്കത്തൂടി പോകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അപ്പോൾ എന്തിൻ്റെയും ഏതിൻ്റെയും ഉത്തരം ഓൾറെഡി ഉണ്ട്. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് 29:11 പറയുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ ദൈവമാണ്, നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള എന്തുവാ ഭാവി എന്നൊക്കെ അറിയാമെന്നായി പറയുന്നത്. ആർക്ക്? ദൈവത്തിന്. അത് വലിയ കാര്യമാണ്. ദൈവമല്ല, ദൈവത്തിനെല്ലാം അറിയാം. പക്ഷെങ്കിൽ അത് എന്തുവാന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഹല്ലേലൂയ. ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ നാളുകൾ ഒരിക്കലും ഒരു തിന്മയ്ക്കുമല്ല, നന്മയ്ക്കായിട്ട് തന്നെയാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാത്തിനും ഉത്തരം കർത്താവ് തന്നിരിക്കുക. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.